എ സുരേഷ് VSന്റെ മുൻ PA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേഷ്, ഇപ്പോൾ തിരുപ്പൻകോട് മുരളിക്ക് പിന്നാലെ സുരേഷ് കുറുപ്പ് പറഞ്ഞതും അങ്ങ് കണ്ടല്ലോ, ആ വാർത്തയും അങ്ങ് അറിഞ്ഞിരിക്കും. എന്താണ് താങ്കൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്? അല്ല, സുരേഷ് കുറുപ്പ് പറഞ്ഞതിൽ ഒരു തിരുത്തൽ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പരാമർശം കൊണ്ട് മാത്രമല്ല VS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അധിക്ഷേപം VS നേരിട്ടൊരു സമ്മേളനം കൂടിയായിരിക്കാം ആലപ്പുഴ സമ്മേളനം. അത് അദ്ദേഹത്തിന് ഏറ്റവും വിഷമിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമാണ്. ആലപ്പുഴ വെച്ചിട്ടാണ് VS 1939 VSന് കൃഷ്ണപിള്ള മെമ്പർഷിപ്പ് കൊടുക്കുന്നതും പാർട്ടിയിൽ വരുന്നതും. അപ്പൊ ആ ഒരു സ്ഥലത്ത് VS ശ്രീ സുരേഷ്, ടെലിഫോൺ ലൈനിൽ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം വരും. അദ്ദേഹം പറയുന്നു, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രതികരണം പരാമർശം കൊണ്ട് മാത്രമല്ല ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയത്. 38-ൽ കൃഷ്ണപിള്ളയ്ക്കൊപ്പം ചേരുന്നു, 39-ൽ പാർട്ടി രൂപീകരണം. അപ്പോൾ മുതൽ ഉള്ള തന്റെ നാടുമായി ആലപ്പുഴയിൽ നിന്നാണല്ലോ VS തുടങ്ങുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം, അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗത്തിൽ മാത്രമല്ല, വേറെയും ഉണ്ടായിരുന്നു വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ആ സമ്മേളനത്തിൽ എന്നുള്ളതാണ്. സുരേഷിലേക്ക് ഞാൻ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അപ്പോഴുള്ള പ്രകോപനം, അദ്ദേഹം ഇറങ്ങിപ്പോകാനുള്ള ഒരു കാര്യം. ശ്രീ സുരേഷ്, ടെലിഫോൺ ലൈൻ ഒന്ന് കട്ടായി പോയിരുന്നു, അങ്ങേക്ക് തുടരാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആളുടെ പരാമർശം കൊണ്ട് മാത്രം അല്ല VS ഇറങ്ങിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സുരേഷ് കുറുപ്പ് സാവ് പറഞ്ഞത് സത്യമായിരിക്കാം, പക്ഷെ അന്ന് VS വധം ആട്ടക്കഥയായിരുന്നു ആലപ്പുഴയിൽ നടന്നത്. അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ എത്രത്തോളം വിഷമിപ്പിച്ചു എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ബോധ്യമായ കാര്യമാണ്. ഈ ഒരു പരാമർശം മാത്രമല്ല, അന്ന് സംഘടിതമായ ആക്രമണമായിരുന്നു VSനെതിരെ ആ സമ്മേളനത്തിൽ വെച്ചിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, വല്ലാതെ മാനസിക വ്യതയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ കാരണങ്ങളൊക്കെ കൂടിക്കൊണ്ടാണ് ആ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത്. ഈ സുരേഷ് കുറുപ്പ് പറയുന്ന ഒരു വനിതാ നേതാവ്, ആ പരാമർശം അന്ന് താങ്കളുടെ ശ്രദ്ധയിലും പെട്ടിരുന്നോ? അല്ല, ആ പരാമർശം മാത്രമല്ല, ആ വനിതാ നേതാവ് ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുമായിരിക്കാം ഇപ്പോഴും. താങ്കൾക്ക് അത് ആരാന്ന് അറിയില്ലേ? അല്ല, ഞാൻ സുരേഷ് കുറുപ്പല്ലേ അത് ആധികാരിക പറയേണ്ടത് സ്മൃതി, ഞാനല്ലല്ലോ, അദ്ദേഹമല്ലേ എഴുതിയത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. പേര് പറയണമെന്നില്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾ ദൃക്സാക്ഷിയാണല്ലോ. അല്ല, അത് ഈ ആലപ്പുഴ സമ്മേളനത്തിന് മാത്രം, തിരുവനന്തപുരം സമ്മേളനത്തിലും VSനെ അധിക്ഷേപിച്ചവർ അവർക്കൊക്കെ ഓരോ സ്ഥാനമാനങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം, അതുപോലെ എനിക്കും അറിയാം. അത്രേ ഉള്ളൂ. അതായത് ഈ വനിതാ നേതാവ് സ്വാഭാവികമായിട്ടും സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുമായിരിക്കും ഇപ്പോഴും. VS ഒരുപാട് വേദനിച്ചിരുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ. തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും, ഇപ്പൊ സ്മൃതി ആയാലും സ്മൃതിയെ ഇരുത്തിക്കൊണ്ട് 10 ആള് അതിൽ 9 ആളും ചീത്ത വിളിക്കുക, അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ സ്മൃതിക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റും? ഒരു ഉദാഹരണം പറഞ്ഞാണ്. അത് ഇത്രയും സമ്മേളന പ്രതിനിധികൾ വന്നിട്ട് 70% സമ്മേളന പ്രതിനിധികളും VSനെ അധിക്ഷേപിക്കുകയാണ്. അതിന് VSന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് സംസ്ഥാന കമ്മിറ്റിയിൽ വരാനുള്ള കാരണം അന്നത്തെ സമ്മേളനത്തിൽ VSനെ തള്ളി പറഞ്ഞുകൊണ്ടാണ്. VS സ്വന്തം മകനെ പോലെ കരുതിയ ഒരാൾ, അത് പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം VSനെ തള്ളി പറഞ്ഞുകൊണ്ട് ആ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു. അങ്ങനെ പലരും VSനെ അധിക്ഷേപിച്ചവരൊക്കെ കമ്മിറ്റിയിലേക്ക് വരാനും ഇതിനു വേണ്ടി മാത്രം VSന് ചീത്ത പറഞ്ഞതാണ്. സുരേഷ്, ഇപ്പോൾ ഈ സുരേഷ് കുറുപ്പ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു തുറന്ന പ്രതികരണം വരുന്നത്? കാരണം VSന്റെ വിയോഗത്തിൽ വന്ന വലിയ ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് യാത്രയാക്കിയത്? പാർട്ടി മാരൂപത്തിൽ തന്നെയാണ് യാത്രയാക്കിയത്, അതിലൊന്നും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം കടന്നുപോയ പ്രതിസന്ധികൾ, അദ്ദേഹം കടന്നുപോയ വഴികൾ, ഒറ്റയ്ക്കുള്ള പോരാട്ടങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ഓർക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് സുരേഷ് കുറുപ്പ്, അദ്ദേഹം MP ആയിരുന്നു ദീർഘകാലം, പാർട്ടിയിൽ പ്രധാനപ്പെട്ട നേതാവായിരുന്നു കുറേ കാലം, VSുമായുള്ള ബന്ധം തുടങ്ങുന്നത് തൊട്ട് VSനെ ചില സമയങ്ങളിൽ കാണാതെ ഒളിച്ചു നടന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. എന്തിന് സുരേഷ് കുറുപ്പ് ഇപ്പോൾ ഇതൊക്കെ വിശദീകരിക്കുന്നു എന്നാണ് താങ്കളുടെ ഒരു തോന്നൽ? സുരേഷ് കുറുപ്പ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയത് VSനോടുള്ള സ്നേഹവും അടുപ്പവും കൊണ്ടും മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാം, 1984 ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ കേരളത്തിന് 3 MP ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ കോട്ടയത്തെ സുരേഷ് കുറുപ്പായിരുന്നു. അത്ര ജനകീയനായിരുന്നു അദ്ദേഹം. ആ കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി ആവേണ്ടതും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിലും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും വരേണ്ട ആളാണ് സുരേഷ് കുറുപ്പ്. ഈ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചത് ഈ പറഞ്ഞ VSനൊപ്പം VSനോട് ആഭിമുഖ്യം പുലർത്തി എന്നതോട് മാത്രമാണ്. അദ്ദേഹം കുറെ കാലമായിട്ട് വളരെ നിരാശയിലാണ്, വിഷമത്തിലാണ്. അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ വന്നു. അതിന് കാരണം അദ്ദേഹത്തിനെ പോലൊരാളെ പരമാവധി തേച്ചൊരു സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിരാശയിൽ നിന്നുണ്ടാവുന്ന VSനോടുള്ള അടുപ്പവും സ്നേഹവും പുറത്തു പറയേണ്ട ഘട്ടത്തിൽ പറയണമെന്ന ഒരു ചിന്ത കൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോഴത് പറഞ്ഞത്. ഇനിയും അദ്ദേഹത്തിന് പറയാൻ ഒരുപാടുണ്ടാവും.
ഇനിയും ഇത്തരം പ്രതികരണങ്ങൾ വി എസ് എങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു, അദ്ദേഹത്തിന് നേർക്കുണ്ടായ പരാമർശങ്ങൾ ഇതൊക്കെ ഇനിയും പുറത്തു വരുമെന്നാണോ അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇനി പല ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സംഗതികൾ പുറത്തു വരുന്നുള്ളത് 100% ഉറപ്പാണ്. വളരെ നന്ദി ശ്രീ എസ് സുരേഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സുരേഷ് കുറുപ്പ് ഇപ്പോൾ വി എസ് പക്ഷക്കാരനായിരുന്ന നേതാവ് വി എസ് പക്ഷക്കാരനായിരുന്നു എന്നതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്നും പലപ്പോഴും പിന്തള്ളപ്പെട്ടു എന്ന ഒരു സാഹചര്യം കൂടി സുരേഷ് കുറുപ്പിനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് കുറുപ്പാണ് ഇപ്പോൾ വി എസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. വി എസ് ആലപ്പുഴ സമ്മേളനത്തിന് ഇറങ്ങിപ്പോയത് ഒരു യുവ വനിതാ നേതാവിന്റെ കടുത്ത പരാമർശങ്ങളാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് വി എസിന് നൽകണമെന്ന യുവ വനിതാ നേതാവ് കൂടി പറഞ്ഞിരുന്നു എന്നാണ് ഓർമ്മിക്കുന്നത്. പക്ഷേ സുരേഷ് പറയുന്നത് ഒരൊറ്റ പരാമർശമല്ല, നിരവധി പരാമർശങ്ങൾ, നിരവധി ക്രൂരമായ പ്രതികരണങ്ങൾ പലരിൽ നിന്നായി, ചുറ്റുമിരുന്നവരിൽ നിന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർന്നാണ് വി എസിന്റെ ഇറങ്ങിപ്പോക്ക് എന്നുള്ളതാണ്.